ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതൊരു 7 മാസം മുമ്പുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പം എന്റെ മോൻ ഇപ്പൊ 6 മാസമായി, 6 മാസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വൈറ്റ് പൊങ്കാലയാണ്. നമ്മൾ പൊങ്കാലയൊക്കെ സമർപ്പിക്കുന്നത് കുഞ്ഞിന് നല്ലതിന് വേണ്ടിയൊക്കെ പൊങ്കാല സമർപ്പിക്കുന്നു. അപ്പൊ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാന് സൗദിയിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഞാൻ ഹസ്ബൻഡും. ഈ സമയത്ത് എന്നെ ഒരുപാട് കെയർ ചെയ്ത് ലവ് ചെയ്തത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് എന്നെ നോക്കിയിരുന്നത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു കേട്ടോ. അതുപോലെ എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരുപാട് കുട്ടികളുണ്ടാവും അതുപോലെ, എന്താണ് പറയുന്നത്, ഫാമിലിയിൽ നിന്നും പ്രഗ്നൻസി ചെയ്യുമ്പോൾ സപ്പോർട്ട് ഇല്ലാത്തവരും, അതുപോലെ തന്നെ ഹസ്ബൻഡിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തവരും ഒക്കെ. അപ്പൊ അത് വെച്ച് നോക്കി ഞാൻ വളരെ ലക്കി ആട്ടോ. എന്റെ ഹസ്ബൻഡ് എന്നെ നല്ലതായിട്ട് കെയർ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എന്റെ ഈ ഒരു മുഖത്തെ ഒരു സ്മൈൽ എന്ന് പറയുന്നത്. എന്റെ ഹസ്ബൻഡ് ആണ് കേട്ടോ എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാല് കോരൽ ഒരു ചടങ്ങുണ്ട്. അത് നമ്മള് തേങ്ങാപ്പാലാണ് കേട്ടോ. നമുക്ക് 2 വതര് ഒരു കുഞ്ഞിന് വയറ്റിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചടങ്ങുകൾ. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ കേട്ടോ. അപ്പൊ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലെ. പ്രഗ്നൻസിയില് എന്താണ് കുറെ അധികം ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്ക് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. എല്ലാം നമ്മൾ ഹസ്ബൻഡുമായിട്ട് ഷെയർ ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മളുമായിട്ട് ക്ലോസ് അല്ലാത്ത ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് എന്താ പറയുന്നത് അവരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലെ. അപ്പൊ എല്ലാം നെഗറ്റീവ് ആയിരിക്കും നമുക്ക് ആ സമയത്ത്. പണ്ടുള്ളവരൊക്കെ പറയുന്നേക്കാം, നമ്മളിങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ നെഗറ്റീവ് ആയി പോകുന്നൊക്കെ. പക്ഷെ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. സയന്റിഫിക്കലി അങ്ങനൊന്നും അല്ല കേട്ടോ. അപ്പൊ അത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. അപ്പം എന്റെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. എന്താണ് പറയുന്നത്, എന്റെ പ്രഗ്നൻസി അതുപോലെ തന്നെ എന്റെ ഡെലിവറി. അപ്പം 18/2/2025 ദിവസമാണ് എന്റെ മോൻ ദീക്ഷന്ത് ഈ ഭൂമിയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് 3 വർഷത്തിന് കല്യാണം കഴിഞ്ഞ് 3 വർഷം, 2 വർഷം ഞങ്ങൾ കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. 3ാമത്തെ വർഷം ഞങ്ങൾക്ക് കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഒരു അബോർഷനൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് പിന്നെ സങ്കടമായി, ഇനി കുഞ്ഞാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള സങ്കടമായിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് നമുക്കൊരു കുഞ്ഞായി. കുഞ്ഞെന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷമല്ല, നമ്മുടെയൊക്കെ അടങ്ങാത്ത ഒരു ആഗ്രഹവും. എല്ലാവർക്കും കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അതേ നമുക്ക് ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ് ആണ്. അവന് 2.8 കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ ഞങ്ങൾ റിസീവ് ചെയ്തു. ഹസ്ബൻഡ് ഭയങ്കര സങ്കടത്തിൽ നിൽക്കായിരുന്നു. പെട്ടെന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അവനെ കണ്ടപ്പോ ഹസ്ബൻഡിന്റെ മുഖത്ത് സന്തോഷം കണ്ടു. അതാണ്. അപ്പൊ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് എനിക്ക് വെള്ളമൊക്കെ പൊട്ടിയിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ലേബർ റൂമിൽ കയറ്റി PV ചെയ്തപ്പോ ഞാൻ പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ എനിക്ക്. നല്ല ഭയങ്കര വേദനയും കാര്യങ്ങളും ഒക്കെ കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല എന്ത് തരം വേദനയാണെന്ന് കേട്ടോ. നേഴ്സാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേദനയൊന്നും ചിലപ്പോ മറ്റുള്ളവരുടെ വേദന കാണുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ നമുക്ക് സ്വന്തമായിട്ട് വേദന എടുക്കും. അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് അപ്പോ നിങ്ങളുടെ മോൻ. അപ്പോ കുഞ്ഞുങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ആയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുക കേട്ടോ. ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളെ നെഞ്ചോട് നെഞ്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. ബൈ, സീ യു.